ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ DNA എടുക്കുന്ന എങ്ങനെയാണ് ബേഡിൻ്റെ DNA ടെസ്റ്റിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ സൺകുണൂറിൻ്റെ DNA എടുക്കുന്നതാണ്. നമ്മളിപ്പോൾ DNA എടുക്കുന്നത് എന്തിനാന്ന് ചോദിക്കും. മറ്റേ നമ്മുടെ സൺകുണൂറിൻ്റെ ഫീമെയിൽ മരിച്ചു പോയായിരുന്നു. അപ്പം നമ്മളിപ്പോൾ വേറൊന്നത്തെ കൊണ്ടുവന്നുണ്ട്. അത് അതിൻ്റെ ഒരു കുഞ്ഞ്, വേറൊരു ഇറങ്ങിയ കുഞ്ഞ്, അത് ഏത് ഇതാണെന്ന് നമുക്ക് അറിയത്തില്ല, മെയിലാണോ ഫീമെയിലാണോ അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ DNA ടെസ്റ്റിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പം അത് കണ്ടിട്ട് നമുക്ക് ആദ്യം റിംഗ് ഐ ഡി ഇട്ട് തുടങ്ങാം. റിംഗ് ഐ ഡി ഇട്ടിട്ട് അതിൻ്റെ ബാക്ക് ഇട്ട് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിടുന്ന റിങ് ഇതാണ്. നമുക്ക് ഇതിനായിട്ട് വേണ്ടത് കട്ട് റിങ് ആണ്. ഇതാണ് നമ്മുടെ റിങ് ഐ ഡി. അപ്പോൾ ഗൈസ്, എങ്ങനെ നമ്മൾ കാല റിംഗ് ഇടുന്നത് വെച്ചാൽ ഇതുപോലത്തെ ഒരു നോസ് പ്ലെയർ വെച്ച് നമ്മൾ ആദ്യമേ ആ റിംഗ് ഒന്ന് അകത്തി കൊടുക്കണം. ഇങ്ങനെ ഇരിക്കുന്ന സാധനം നമ്മൾ കട്ട് റിങ്ങാണ് നമ്മൾ ഇടുന്നത്. അതിങ്ങനെ അകത്തി കൊടുക്കണം. എന്നിട്ട് ഇതുപോലത്തെ നെറ്റ് കൂടാണ് നമുക്ക് ഇടാൻ എളുപ്പമാണ്. കാലിങ്ങനെ ഇരിക്കുമ്പോൾ കാലെ കയറി പിടിച്ചിട്ടാണ് കാല് വെള്ളോട്ട് ഇങ്ങനെ പയ്യെ എടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ കാല റിംഗ് ഇട്ടിട്ടുണ്ട്, തന്നെ ഉണ്ടോ? ഇതിൻ്റെ കാല റിംഗ് ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് തന്നെ നമ്മളെ ബേഡ് നമ്മളെ കടിക്കത്തൊന്നുമില്ല. അതിനുവേണ്ടി നമ്മളിട്ട റിങ്ങിൻ്റെ ഐ ഡി ഇതാണ്, കാണിച്ചു തരാൻ. 207 ആണ്. ഈ DNA എടുക്കുമ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുന്ന സാമ്പിൾസ് അയച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഇതിൻ്റെ നമ്മുടെ ലാബിൻ്റെ ഒക്കെ ഓരോ ഡീറ്റെയിൽസ് ആണ്. നമുക്ക് ഓണേഴ്സ് നെയിം, ഫാം നെയിം, റിംഗ് ഐ ഡി, സ്പീഷ്യസിനകത്ത് നമ്മളിപ്പോൾ സൺകുണൂർന്നാണ് വെക്കുന്നത്. എന്നിട്ട് നമ്മളെ കോൺടാക്ട് നമ്പറും വെച്ചാൽ നമ്മളിത് അയച്ചു കൊടുക്കുന്നത്. നമുക്ക് സ്പീഡ് പോസ്റ്റ് വഴി നമുക്കിത് അവർക്ക് അയച്ചു കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിബ്ലോ കവറാണിത്. ഇനി നമുക്കിതിൻ്റെ സാമ്പിൾ എടുക്കാനായിട്ട് നമുക്കിതിൻ്റെ ചെസ്റ്റിൽ നിന്ന് 4 ഇത് വേണം, ഇതിൻ്റെ തൂവൽ വേണം. നമുക്ക് അതിനായിട്ട് നമുക്ക് ഇവനെ പുറത്തെടുത്തേ പറ്റത്തുള്ളൂ. അന്നേരം 2 കടിയൊക്കെ കിട്ടുമായിരിക്കും. ഇപ്പം കടി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ കൂട്ടി തന്നെ വെച്ച് കാല റിങ്ങി ആണ് നമുക്ക് അറിയാത്തത്. കടിക്കും ചേട്ടൻ പറഞ്ഞു കടിക്കുമെന്ന്. എന്നെ കടിക്കാൻ വന്നായിരുന്നു. കടി ഇന്ന് എന്തായാലും കിട്ടുമെന്ന് ഉറപ്പാണ്. അപ്പം അല്ലേ, ചേട്ടൻ ആദ്യമായിട്ട് ഗ്രീൻ ചിക്കൻ എടുക്കാൻ പോയപ്പോ ഗ്രീൻ ചിക്കൻ്റെ ഒരു കയ്യിൽ നിന്ന് കടി കിട്ടിയതാ. സുന്ദര ഒരു കടി എനിക്ക് കിട്ടിയതാ. ഇത് നമ്മൾക്ക് ട്രാൻസ്പോർട്ടിങ്ങിന് നമ്മൾ നേരത്തെ കുഞ്ഞിന്റെ പെട്ടിയാണ്, ഈ പെട്ടിയായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്ന. കുഞ്ഞിന്റെ തുണിയെല്ലാം എടുത്ത് മാറ്റി നമ്മള് ബാക്കി വന്ന നെറ്റിന് ഒരു ട്രാൻസ്പോർട്ടിങ് കൂടെ ഉണ്ടാക്കിയതാണ്. അപ്പൊ അതിന് വാതിൽ ഉണ്ടാക്കാൻ പറ്റില്ല പെട്ടെന്ന്. അപ്പൊ തൽക്കാലത്തേക്ക് നമ്മളൊരു വാതിലൊക്കെ വെച്ച് പണിത് പെട്ടെന്ന് കൊണ്ടുവരാം. നമുക്ക് ഇതിനെ എടുത്തോണ്ട് വരാം. കടി ഉറപ്പാണ് നമുക്ക്. ഇവന്റെ ഭാവത്തിൽ നിന്ന് മനസ്സിലായി. കയ്യിൽ തോർത്തും നല്ലത് കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ ഇതായിരിക്കും നല്ലത്. ചിലപ്പോ എനിക്കറിയത്തില്ല, ഉള്ള കാര്യം പറയാലോ. ഫസ്റ്റ് ടൈം ആണ് ഇതിനൊക്കെ വളർത്തുന്നത്. ഗ്ലൗസ് എടുക്കടാ. ഇത് ഇട്ടാലും കടി കിട്ടും തോന്നുന്നു. ഇതിന് കട്ടിയൊന്നും. ഗ്ലൗസ് എടു. ഗ്ലൗസ് ഉണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. എന്ത് കിട്ടുന്ന പ്ലാസ്റ്റിക് ഗ്ലൗസ് പറ്റത്തില്ല. ഇതില് മണ്ടിയായിട്ട് അഭിനയിക്കാണോ പ്ലാസ്റ്റിക്കിന് ഗ്ലൗസ് ഇടുന്നത്, സർജിക്കൽ ഗ്ലൗസ് ഇടുന്നത്. അത് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം AC ഉള്ളതുകൊണ്ട് എന്തുവാ അതിന് പറയുന്നേ, ക്ലോസ്ഡാ. AC ഉള്ളുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ജനലൊക്കെ അടച്ചിട്ടേക്കുവാന്നേ. ഇല്ല പൊക്കോ. മണ്ടക്കോട്ട് പറഞ്ഞ അവിടെ കണ്ണി വല്ലതും കുത്തോന്നേ ഉള്ളു. എനിക്ക് പേടി. ആൺകുട്ടിയാണ്. നമ്മളൊരു വിധത്തിൽ അവനെ ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട്. കയ്യെ കടിക്കാതെ നീ സൂക്ഷിക്കണം. അവിടെ പിടിക്കില്ല, നമ്മുടെ ഈ ബ്ലഡിന്റെ ഇത് വരത്തില്ലേ, അതെ പിടിക്കാതെ വേണം. സാഹസികമായ പരിപാടി ആയിരുന്നോണ്ടാണോ കുട്ടി നീ വിയർക്കുന്നത്? വിയർക്കുന്ന ഫാൻ ഇതാക്കുന്നുണ്ട്. അവന് അങ്ങനെ നമ്മുടെ കൈ ബൈ ചാൻസ് നമുക്ക് പറയാൻ പറ്റില്ല. അവന്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മളെ പോയി കഴിഞ്ഞാലേ ഫാനിലൊക്കെ തട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മുടെ പേര്, ഫാമിന്റെ പേര്, ഫാമിന് എന്തോ പേര് ഇടുന്നു, റിംഗ് ഐ ഡി ഇടണം, സ്പേസ് എന്തോന്ന് കഴിക്കണം. അത് നമ്മൾ സൺകുണൂർ തന്നെ എഴുതണം. നമ്മളെ കോൺടാക്ട് നമ്പർ ആയിട്ട് നമുക്കിത് ഫീഡ് പോസ്റ്റ് വഴി നമ്മൾ അയക്കണം. നമ്മൾ DNAക്ക് വേണ്ടി നമ്മൾ സാമ്പിൾസ് അയക്കാനുള്ള എല്ലാം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബേഡിൻ്റെ എല്ലാം ഇതിനകത്താക്കി അതിനകത്തും എഴുതണം. ഇതുപോലെ നമ്മൾ സ്പീഡ് പോസ്റ്റ് അയക്കാൻ വേണ്ടി ഒരു കവറിനകത്ത് എഴുതി ആ ലാബിൻ്റെ എല്ലാം ഡീറ്റെയിൽസുമായിട്ട് നമ്മളിതിനകത്തിട്ട് നാളെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് അയക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിത് ചെഡ്ലങ്ങര പോസ്റ്റ് ഓഫീസിലാണ് നമ്മളിത് അയക്കാൻ എത്തിയിരിക്കുന്നത്. നമുക്കിത് അയക്കാൻ 50 രൂപ ചിലവേ ഉള്ളൂ. സ്പീഡ് പോസ്റ്റ് നമ്മൾ ആ കവറിൻ്റെ മണ്ടയ്ക്ക് മെൻഷൻ ചെയ്യണമായിരുന്നു. അത് നമ്മൾ വീഡിയോയ്ക്ക് എത്തിക്കാൻ മറന്നുപോയി. പിന്നെ ആണെങ്കിൽ നമുക്കിത് 3-4 ദിവസത്തിനുള്ളിൽ അങ്ങ് പൂനെയിൽ എത്തുമെന്നാണ് അവർ പറഞ്ഞത്. എത്തിക്കഴിയുമ്പോൾ നമ്മൾ അവർ കോൺടാക്ട് ചെയ്യും. പിന്നെ നമുക്ക് ബാക്കി DNA കാർഡൊക്കെ വരുന്നൊരു വീഡിയോ നമുക്കൊരു ഷോർട്സ് ആയിട്ട് നമ്മൾ അയച്ചു തരാം. പിന്നെ ഇത്ര ഉള്ള ഒരു DNA